നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, എന്താ നീ കഴിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നെ? ചേച്ചിയും കൂടി വന്നിട്ട് കഴിക്കാന്ന് കരുതി. എന്നാ കഴിക്കാം. ചേച്ചി, ആ അർച്ചനയെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം എന്തായി? ഡൽഹി എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറക്കുന്ന ആദ്യ ഫ്ലൈറ്റിൽ അർച്ചന ഉണ്ടാവും, കൂടെ സച്ചി. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നാളെ ഈ സമയത്ത് അർച്ചന ഇവിടെ ഉണ്ടാവുന്ന്. ചേച്ചി അതിനു വേണ്ടി എന്താ ചെയ്തേ? ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല. വഴിയരികെ കണ്ടൊരു കാര്യം ഞാൻ അർച്ചനയോട് ഫോൺ ചെയ്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. വഴിയരികിലെ കണ്ട കാര്യമോ? എന്താ അത്? നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ ചില വയ്യാത്ത ആളുകളെ കാണുമ്പോ പാവം തോന്നില്ലേ? അങ്ങനെ ഒരാളെ ഞാനിന്ന് കണ്ടു. അത് അർച്ചനെ വിളിച്ച് പറയുകയും ചെയ്തു. ആ, നിന്റെ മനസ്സ് നിറയെ സംശയങ്ങളാണെന്ന് എനിക്കറിയാം. അതൊക്കെ നമുക്ക് മാറ്റാം. എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം നടന്നല്ലോ. ചേച്ചി കഴിക്കുന്നില്ലേ? ഏയ്, ഇന്ന് എന്ത് കഴിച്ചാലും എനിക്ക് ഇറങ്ങില്ല. കാരണം സന്തോഷം കൊണ്ട് ഫുൾ ഫില്ല. വിചാരിച്ചത് അതേപടി നടന്നതിന്റെ സന്തോഷം. അർച്ചനെ എന്റെ മുന്നിൽ മുട്ടുകുത്തിച്ച് നിർത്തും ഞാൻ. എന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഞാൻ അത്രേ ഉണ്ടാവുള്ളൂന്ന് അവൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അവന്തികയുടെ പകുതി അഭ്യാസം പോലും അർച്ചന ഇതുവരെ കണ്ടിട്ടില്ല. മുഴുവൻ അഭ്യാസവും കാണാൻ ഈ വീട്ടിലാരും ബാക്കി ഉണ്ടാവുകയില്ല. പതുക്കെ കമലേ, മാഷൊന്ന് പിടിച്ച്. പതുക്കെ. എന്നാലും എന്റെ ഈശ്വരൻ, ഞങ്ങളോട് എന്തിനാ ഈ ക്രൂരത? ഇത്രയും കാലം കുടുംബത്തിലെ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഇത് കൂടിയായി. നീ ഈശ്വരനെ കുറ്റപ്പെടുത്താതെ കമലേ. ഇത്രേ പറ്റിയുള്ളൂന്ന് ഓർത്ത് നന്ദി പറയ കമലേ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ എന്തുമാത്രം ആധിയിലാ പോയത്. പതുക്കെ പേടിച്ചതുപോലും സംഭവിച്ചില്ലല്ലോ. മോളെ, നീ അവനെ അകത്തോട്ട് കൊണ്ട് കിടത്ത്. കുറച്ചേരം വിശ്രമിക്കട്ടെ. ഞാൻ ആ ടാക്സിക്കാരനെ ഒന്ന് പറഞ്ഞു വിട്ടു. അനുപേട്ടാ, മീരെ, നീ കൊച്ചിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. എനിക്കൊന്നും വേണ്ട അച്ഛാ. അതെന്താ മോളെ? ഓ, ഒരു ഹാപ്പിയും ഇല്ല. കരയണ്ടമ്മേ, ഇത്രയല്ലേ പറ്റുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.